നോർക്കയുടെ 2023 കണക്കുകൾ പ്രകാരം 2 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശ സർവകലാശാലകൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ കരിയറിന് ഇത് ഗുണകരമാണെങ്കിലും പുതുതലമുറയുടെ ഈ നാടുവിടൽ ചിലരിൽ ആശങ്കയുണർത്തുന്നുണ്ട്. ഇത്തരം ആശങ്കകൾക്ക് പരിഹാരവും മാർഗനിർദ്ദേശവും നൽകുന്നതിനായി നമ്മോടൊപ്പം ചേരുകയാണ് സംസ്ഥാന ആസൂത്രണ വകുപ്പിലെ അംഗവും വിദേശ സർവകലാശാലകളായ ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ്, മാഞ്ചസ്റ്റർ എന്നിവിടങ്ങളിലെ വിസിറ്റിംഗ് ഫെലോയുമായിരുന്ന ഡോക്ടർ രവി രാമൻ. അദ്ദേഹം ഇപ്പോൾ ആസൂത്രണ വകുപ്പിൽ തൊഴിൽക്ഷേമത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. പ്രവാസി ലോകത്തേക്ക് സ്വാഗതം സർ. രവിരാമൻ, ഞാൻ ഇതിപ്പോൾ നമ്മൾ ഈ സ്റ്റുഡൻസ് മൈഗ്രേഷൻ എന്നുള്ള ഇതിലാണ് നമ്മളിപ്പോൾ ഇതിനെ അഭിസംബോധന ചെയ്യുന്നത്. ഇത്രയും ഭീമമായ ഒരു സംഖ്യ അല്ലെങ്കിൽ ഒരു എണ്ണം നമ്മുടെ നാട്ടിൽ നിന്ന് വിദ്യാഭ്യാസത്തിനായിട്ട് പോകുമ്പോൾ അതിൻ്റെ ഏതെല്ലാം ആസ്പെക്ട്സ് ആണ് ഇപ്പോൾ നമുക്ക് പോസിറ്റീവായിട്ടുള്ളത്? വാട്ട് ആർ ദ ആസ്പെക്ട്സ് നെഗറ്റീവ് ടു അസ്? ഞാൻ പൊതുവേ ഇത് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. കാരണം ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ 2 ലക്ഷത്തിലധികം പേര്, ഏതാണ്ട് 2.5 ലക്ഷം വിദ്യാർത്ഥികളാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ അത് കേരള വികസനത്തിൻ്റെ ഒരു പുതിയ ഘട്ടത്തിലെത്തി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇത് ഈ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ആഗോളവൽക്കരണം നടക്കുന്നുണ്ട് ലോകത്തിൽ മൊത്തത്തിൽ. അതിൻ്റെ ഒരു ഭാഗമായിട്ടും കൂടിയാണ് ഇത് പോകുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ആഗോളവൽക്കരണം നടക്കുന്നു, മറുഭാഗത്ത് ഈ കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ വളരെയധികം ആ അർത്ഥത്തിൽ അഭിവൃദ്ധിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിലെ ആളോഹരി വരുമാനം എടുക്കുകയാണെങ്കിൽ ഈ അഖിലേന്ത്യാ ശരാശരിയുടെ 1.5 ഇരട്ടിയിലധികമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ആ അർത്ഥത്തിൽ ഒരു മിഡിൽ ക്ലാസ്സും കേരളത്തിൽ എമർജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ നിന്ന് കൂടുതൽ വിദ്യാർത്ഥികൾ ഈ മറ്റ് രാജ്യങ്ങളിലേക്ക് പോയി പഠിക്കാനുള്ള ആസ്പിറേഷൻസ് വളരെ സ്വാഭാവികമാണ്. അതിനുള്ള ഒരു അന്തരീക്ഷം കേരളം പോലുള്ള സംസ്ഥാനത്ത് ഉയർന്നു വന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് ഒരർത്ഥത്തിൽ ഈ കേരള വികസനത്തിൻ്റെ ഒരു സെക്കൻഡ് ടേൺ അറൗണ്ടിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. ഞാൻ സെക്കൻഡ് ടേൺ അറൗണ്ട് എന്ന് വിളിക്കുന്നത്, ആദ്യത്തെ ടേൺ അറൗണ്ടിൽ ഈ പ്രവാസികൾ അയച്ചിരുന്ന പണം ഉണ്ടായിരുന്നല്ലോ, ആ പണത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരള മാതൃക ആ അർത്ഥത്തിൽ വീണ്ടും നമുക്ക് പുനരുൽപ്പാദിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കേരള മോഡൽ ഗോട്ട് റീപ്രൊഡ്യൂസ്ഡ്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് റെമിറ്റൻസസ്. പക്ഷേ ആ റെമിറ്റൻസ് അയച്ചുകൊണ്ടിരുന്ന ആളുകളുടെ അടുത്ത തലമുറയാണ് ഇപ്പോഴത്തെ ഈ കുട്ടികൾ. ഈ കുട്ടികൾ അപ്പോൾ അന്നത്തെ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഒരു അഭിവൃദ്ധിയുടെ ഭാഗമായിട്ടും കൂടിയാണ് കുട്ടികൾ വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ വളരെ പോസിറ്റീവായിട്ടാണ് കാണേണ്ടത് എന്നുള്ളതാണ് എനിക്ക് അതിൻ്റെ ഭാഗമായിട്ട് ആദ്യമേ പറയാനുള്ളത്. പക്ഷേ സ്വാഭാവികമായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പുതിയ ചാലഞ്ചസ് ഉണ്ട്. കാരണം കുട്ടികൾ അവിടെ ശരിക്കുള്ള കോഴ്സിനാണോ പോകുന്നത്, കുട്ടികൾ ശരിക്കും മനസ്സിലാക്കിയിട്ട് തന്നെയാണോ അവിടെ പോകുന്നത്? കാരണം ഓരോ രാജ്യത്തെയും വിസ നിയമങ്ങൾ, സ്റ്റുഡൻറ്റ് മൈഗ്രേഷൻ ലോസ് നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് ഈ UK തന്നെ ഈ ജനുവരി മുതൽ 2024 ജനുവരി മുതൽ തന്നെ വിദ്യാർത്ഥി കുടിയേറ്റത്തിൻ്റെ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ഡിപ്പെൻഡൻസിനെ കൊണ്ടുപോകാൻ പറ്റില്ല. അവർ ഈ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ആയിട്ടാണ് പോകുന്നുണ്ടെങ്കിൽ, അതേസമയം ഒരു PhD സ്റ്റുഡൻ്റ് ആയിട്ടാണ് പോകുന്നുണ്ടെങ്കിൽ അവർക്ക് ഡിപ്പെൻഡൻസിനെ കൊണ്ടുപോകാം. ഇങ്ങനെ ഓരോ രാജ്യത്തും നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ കാനഡ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ക്യാപ്പ് വെച്ചിരിക്കുകയാണ്. അധികം വിദ്യാർത്ഥികൾ ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന രീതിയിലുള്ളൊരു തീരുമാനം കാനഡ എടുത്തിരിക്കുകയാണ്. ഒരു 25-30% റിഡക്ഷൻ അവർ വിദ്യാർത്ഥി പ്രവാഹത്തിൽ കൊണ്ടുവരണമെന്നാണ് അവരുദ്ദേശിക്കുന്നത്. അതിന് നമുക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ കൂടിയുണ്ട്. കാരണം അവിടെ പലപ്പോഴും വളരെ ശരിയല്ലാത്ത ഈ കരിക്കുലം അതിൽ റിക്രൂട്ട് ചെയ്യപ്പെടുന്ന വിദ്യാർത്ഥികളുണ്ട്, അല്ലെങ്കിൽ വേണ്ടത്ര പെർഫോമൻസ് ഇല്ലാത്ത യൂണിവേഴ്സിറ്റികളിൽ റിക്രൂട്ട് ചെയ്യപ്പെടുന്ന വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അതും കൂടെ കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവർ അങ്ങനെ ഒരു പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഒരു ഭാഗത്ത് പോകുന്നു, പക്ഷേ അതോടൊപ്പം തന്നെ ആ കുട്ടികൾ വേണ്ടത്ര എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവെയറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. സംസ്ഥാന സർക്കാരിന് അതിൽ നിർണായകമായ റോള് പങ്കുവഹിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കേരളത്തിലെ ഈ മധ്യവർഗം ആ അർത്ഥത്തിൽ വളരെയധികം വന്നിട്ടുണ്ട്. അവരിൽ നിന്ന് വിദ്യാർത്ഥികൾ പോകുന്നു. അവർ പുതിയൊരു തലത്തിലുള്ള ഒരു ഇൻ്റഗ്രേഷൻ, അത് കൾച്ചറൽ ഇൻ്റഗ്രേഷൻ ആവാം, എക്കണോമിക് ഇൻ്റഗ്രേഷൻ ആവാം, ആ രീതിയിൽ ആ ഇൻ്റഗ്രേഷൻ നടക്കുന്നു. കുറേ പേര് തിരിച്ചു വരുന്നു, മറ്റു കുറേ പേര് അവിടെ തന്നെ ജോലിയിൽ ഏർപ്പെടുന്നു. അത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ഇതിൽ ആശങ്കപ്പെടാൻ എന്തെങ്കിലും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ചോദിക്കുന്നത്, ഇപ്പോൾ ഈ യൂറോപ്പിൽ ഇപ്പോൾ നാസി സ്കൂൾ ഓഫ് തോട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലതുപക്ഷ രാഷ്ട്രീയം വളരെ ശക്തി ആർജിക്കുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ ഈ ഫ്രാൻസിലൊക്കെ ഇപ്പോൾ അവർ അധികാരത്തിൽ വരുന്നു.
അവർ ടൂറിസ്റ്റുകൾക്ക് പോലും എതിരാണ്, ടൂറിസത്തിന് പോലും എതിരാണെന്നാണ് പറയുന്നത്. അപ്പോൾ അവർ ഇത്തരത്തിലുള്ള സ്റ്റുഡൻസ് മൈഗ്രേഷനും പൊതുവെ അവർ അത്ര ഇതിൽ കാണുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല പല സ്ഥലങ്ങളും നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഗുണകരമായിട്ടുള്ള ഒരു അവസ്ഥയല്ല ഈ UK പോലുള്ള രാജ്യങ്ങളിലുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പല ആളുകളും ഈ ജോലി ഇപ്പോൾ പ്രവാസികളായിട്ടുള്ള ആളുകൾ തന്നെ ഇപ്പോൾ ഗൾഫ് വിട്ടിട്ട് UK പോയി ജോലി തേടുന്ന ആളുകളുണ്ട്. അപ്പോൾ പോകുമ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടെങ്കിൽ ഗൾഫിൽ നിന്ന് കഴിച്ചിട്ട് പോക്കോ, അവിടെ പോയാൽ നല്ല ഭക്ഷണമൊന്നും നിങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല, ഇറ്റ് ഈസ് ഹെവി കോസ്റ്റ്ലി, മനസ്സിലായില്ലേ? അപ്പോൾ അത്തരത്തിലുള്ള ഒരു പരിമിതിയിലേക്കാണ് അവർ എടുത്തെറിയപ്പെടുന്നത് എന്നാണ് പറയുന്നത്. അത് എത്ര കണ്ട് അതിപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ഈ പ്രവാസവുമായി ബന്ധപ്പെട്ടിട്ട് വേണം സ്റ്റുഡൻസ് മൈഗ്രേഷനെ കാണാൻ. അത് ഡെവലപ്പ് ചെയ്ത ഒരു നാട്ടിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫിലോസഫിയും സൈക്കോളജിയും ഒക്കെ ഡെവലപ്പ് ചെയ്ത ഒരു നാട്ടിൽ നിന്ന് ഉണ്ടാവുക എന്നുള്ളത് ക്വൈറ്റ് നോർമൽ. കാരണം എന്താ വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് ലോകം മുഴുവൻ കേരളമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളിവിടെ നിന്നിട്ട് വളരെ സങ്കുചിതമായിട്ട് കാര്യങ്ങൾ കണ്ടിട്ടൊന്നും ഒരു കാര്യമില്ല, ഒരു കാര്യമില്ല. ഇവിടുത്തെ ഈ ഒരു പരമ്പരാഗത മീഡിയ, പരമ്പരാഗതമായിട്ട് ഫ്യൂഡൽ മനസ്സുകൾ, വളരെ അസംസ്കൃതമായിട്ടുള്ള ഒരു മനസ്സാണ് കേരളീയരുടേതാണ് എനിക്ക് തോന്നുന്നത്. അവിടെ നിന്നൊക്കെ മലയാളി പോയിരിക്കണു. അപ്പോൾ ഇതൊന്നും എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള കുടിയേറ്റങ്ങൾ, ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള അന്വേഷണങ്ങൾ, ചരിത്രപരമായ ഇതൊക്കെ തുടരുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് കുട്ടികൾ റിസർച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കറിയോ? എത്രയോ ആളുകൾ റിസർച്ച് ചെയ്യും ലോകത്ത് വിവിധ ഭാഗങ്ങളിൽ. ഇപ്പോൾ ലോക കേരള സഭയിൽ വന്നപ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ആസ്പെക്റ്റിൽ ഇതിനെങ്ങനെയാണ് കാണുന്നത്? അല്ല, ഈ ആസ്പെക്റ്റിലും ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. കാരണം ഇന്ത്യയിലെ തന്നെ ഗ്ലോബലി ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും ഇൻറ്റഗ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളമാണ് നമ്മൾ പറയുന്നത്. ചരിത്രപരമായി തന്നെ അങ്ങനെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും താങ്കൾ പറഞ്ഞതുപോലെ ഇപ്പോൾ നേരത്തെ മിഡിൽ ഈസ്റ്റിലാണ് പോയിരുന്നെങ്കിൽ അവരുടെ സെക്കൻഡ് ഷിഫ്റ്റ് നടക്കുന്നത് യൂറോപ്പിലേക്കാണ്, എല്ലായിടത്തും, അല്ലെ വെസ്റ്റേൺ കൺട്രീസിലേക്ക്. എല്ലായിടത്തും ഉണ്ട്. അതെ. അപ്പോൾ സ്വാഭാവികമായിട്ടും മലയാളികൾ ആ അർത്ഥത്തിൽ ഒരു ഗ്ലോബൽ സിറ്റിസൺസ് ആണ് എല്ലാ മലയാളികളും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആഫ്രിക്കയിലോ, അതെ, മാത്രമല്ല 4-5 കുടുംബങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, കേരളത്തിലെ 4-5 കുടുംബങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിലൊരാളെങ്കിലും ഈ ഇൻ്റർനാഷണൽ കണക്ഷൻ ഉണ്ട്, അതിലൊരാളെങ്കിലും പ്രവാസിയാണ്, അല്ലെങ്കിൽ ചുരുങ്ങിയ വർഷം പ്രവാസിയായിട്ട് അടുത്ത ബന്ധം അവർക്ക് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ഓരോ കുടുംബവും ആ അർത്ഥത്തിൽ ഈ പ്രവാസി സമൂഹമായിട്ട് അത്രമാത്രം ഇൻറ്റഗ്രേറ്റഡ് ആണ്. അതിനർത്ഥം ലോക രാജ്യങ്ങളുമായിട്ട് അത്രമാത്രം ഇൻറ്റഗ്രേറ്റഡ് ആണെന്നാണ് അർത്ഥം. അപ്പോൾ അസാമാന്യമായ ധൈര്യമുണ്ട്. ഇപ്പോൾ പഴയ പരമ്പരാഗത മുസ്ലിംസ് ഒന്നും മരിച്ചാൽ അവരെ മക്കളെ, പെൺകുട്ടികളെ പുറത്തേക്ക് വിടില്ല. പക്ഷെ ആ കുടുംബങ്ങളിൽ നിന്നാണ് പോകുന്നത്. ഇപ്പോൾ കേരള സർക്കാരിൻ്റെ ഒരു ഉന്നതി എന്ന് പറയുന്ന ഒരു പദ്ധതി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഏറ്റവും പാർശ്വവൽകൃത സമൂഹം, ഈ ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്, അവരുടെ വിദ്യാർത്ഥികൾക്ക് നമ്മൾ വിദേശ സർവകലാശാലകളിൽ നമ്മുടെ സബ്സിഡി കൊടുക്കുന്നുണ്ട്. ഏതാണ്ട് 25 ലക്ഷം രൂപ വരെ നമ്മൾ ഈ കുട്ടികൾക്ക് സബ്സിഡി കൊടുക്കുന്നുണ്ട്. നമ്മളെ യാഥാസ്ഥിക മനസ്സ്, കേരളത്തിലുള്ള പൊതുവെയുള്ള ഒരു ഭരണ സമ്പ്രദായം, അതിൻ്റെ ഫിലോസഫി, ഇതൊക്കെ ഇപ്പോഴും ഫ്യൂഡലാണ് എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. അത് എല്ലായിടത്തും പറയാറുണ്ട്. അല്ല, അത് തീർച്ചയായിട്ടും എൻ്റെ ഒരു ലേഖനം ഉണ്ടായിരുന്നു, വായിച്ചോന്ന് അറിയില്ല, ജനപഥത്തിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. അതെ. അല്ല, ഞാൻ താങ്കളോട് യോജിക്കുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടും അങ്ങനെയാണ്. ഒരു സമൂഹത്തിൻ്റെ ഒരു ട്രാൻസിഷൻ ഫേസ് ആണല്ലോ, പല ഘട്ടങ്ങളിലൂടെ കടന്നു പോവാണ് മലയാളി സമൂഹം. അപ്പോൾ സ്വാഭാവികമായിട്ടും താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്റ്റേറ്റ് എന്ന രീതിയിൽ ഒരു മോഡേൺ സ്റ്റേറ്റ് ആയിട്ട് മാറുന്നത് ഈ എല്ലാവരെയും ഇൻക്ലൂസീവ് ആക്കുമ്പോഴാണ്. അപ്പോൾ പ്രവാസി സമൂഹത്തെ ഇൻക്ലൂസീവ് ആക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നോർക്ക അതിശക്തമായ രീതിയിൽ റീസ്ട്രക്ചർ ചെയ്തത്. ലോക കേരള സഭ. അതെ, അതെ, ലോക കേരള സഭ, നോർക്ക, അതുപോലുള്ള അവരുടെ ആക്ടിവിറ്റീസ്. അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതും കൂടി വന്നുണ്ട്. അതെ, അതെ, അതെ. അതായത് നമ്മളിപ്പോൾ ജോലി തേടിയാണ് പോകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ എമിഗ്രേഷൻ ആക്ടിന് വിധേയമാണത്. അപ്പോൾ നമ്മൾ അതുപോലുള്ള റിക്രൂട്ടേഴ്സ് ഉണ്ട്, എംപ്ലോയ്മെൻറ്റ് റിക്രൂട്ടേഴ്സ് എന്നാണ് നമ്മൾ അവരെ വിളിക്കുന്നത്. പക്ഷേ കാരണം എന്താ, ഫോറിൻ എംപ്ലോയ്മെൻറ്റ് ഈ ഗവൺമെൻറ്റിൻ്റെ ലിസ്റ്റിലാണ്, സെൻട്രൽ ഗവൺമെൻറ് ലിസ്റ്റിലാണ്. പക്ഷേ എഡ്യൂക്കേഷൻ കൺകറൻറ്റ് ലിസ്റ്റിലാണ്. അപ്പോൾ സ്റ്റേറ്റാണ് അതിൽ കൂടുതലായിട്ട് ഇടപെടുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നോർക്ക പോലുള്ള സംഘടന, ഏജൻസി അതിശക്തമായിട്ട് ഇടപെടുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നോർക്ക, ഒഡേപെക് സംസ്ഥാന സർക്കാരിൻ്റെ, അതുപോലെ വിദ്യാർത്ഥികളുടെ പ്രാതിനിധ്യം ലോക കേരള സഭയിൽ നമ്മൾ ലഭ്യമാക്കുന്ന സാധ്യതകൾ, ഇതൊക്കെ നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഗവൺമെൻറ് എന്ന നിലയിൽ
കേരളം കുറേ കൂടെ ശക്തമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അത് പോരാ, അതിനപ്പുറത്തേക്ക് പോകണം. ഉദാഹരണത്തിന് ഈ ഒരു അക്കൗണ്ടബിലിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട്, ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഒരു രജിസ്ട്രേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു ആവശ്യമുണ്ട്. അപ്പോൾ പുതിയ സംസ്ഥാന തലത്തിലുള്ള നിയമങ്ങൾ സാധ്യതയുണ്ട്. അത് വളരെ പോസിറ്റീവായിട്ട് നമുക്ക് കാണാവുന്നതാണ്. മാത്രമല്ല ഇതിനൊരു ബോധവൽക്കരണം ആവശ്യമുണ്ട്. കാരണം ഒരു ഉദാഹരണം, എന്നോട് ദീർഘകാലം അമേരിക്കയിൽ ജോലി ചെയ്ത ടെക്നോക്രാറ്റ്, വലിയ ഹൈലി പൊസിഷൻഡ് ആയിട്ടുള്ള ഒരാൾ, അയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടുന്ന് പഠിക്കാൻ പോകുന്ന കുട്ടികളിൽ പലരും ഈ പാർട്ട് ടൈമായിട്ട് മറ്റു തൊഴിലിന് പോകും. അപ്പോൾ ഇവർ ചെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ വെയിറ്റേഴ്സായിട്ടോ മറ്റോ ഒക്കെ ആയിരിക്കും. അപ്പോൾ നല്ല ടിപ്സ് കിട്ടും ഒരു യങ് ആകുമ്പോൾ. ഇവർ പിന്നെ പഠിപ്പിൽ ശ്രദ്ധ കുറയും, ഇവർ ഇതിലേക്ക് പോകും, അവിടെ തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ജോലി സമ്പാദിച്ച് കുറേ കഴിയുമ്പോൾ ഈ പണിക്ക് ഇവർ അനുയോജ്യരല്ലാതാവും. അങ്ങനെ പെട്ടുപോയ ഒരുപാട് മക്കളുണ്ടെന്നാണ്. അങ്ങനെ പെട്ടുപോയവരുണ്ടാവാം, പക്ഷേ അത് പലപ്പോഴും പൂർണ്ണമായും ശരിയല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികൾ പോകുന്നത് താങ്കൾ പറഞ്ഞ പോലെ തന്നെ പഠിത്തം മാത്രമല്ല, ഒരു ജോലിക്ക് ശേഷം അവിടെ തന്നെ ഒരു റെസിഡൻ്റ് ആവുക, ഇത്തരം ഒരു താല്പര്യങ്ങളോടുകൂടിയാണ് പോകുന്നത്. അപ്പോൾ പല രാജ്യങ്ങളുടെയും ഒരു പ്രധാനപ്പെട്ട നിയമം എന്ന് പറയുന്നത് ഏതിനാണോ കോഴ്സിനാണോ പോയത് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു എന്ന രീതിയിലും കൂടെ വന്നാൽ മാത്രമേ അടുത്ത സ്കിൽ വിസക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ ഇംഗ്ലണ്ടിൽ നിങ്ങൾ ഈ രീതിയിലാണെങ്കിൽ അയാൾ തിരിച്ചു വരേണ്ടി വരും, അവിടെ നിൽക്കാൻ. അമേരിക്കയിൽ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ ആ കുട്ടികൾ തന്നെ വന്നിട്ട് വേറെ വിസയ്ക്ക് പോയിട്ട് വെയിറ്ററായിട്ട് ജോലി ചെയ്യുന്നതാണ്. അത് പോകാം, വീണ്ടും ജോയിൻ ചെയ്തിട്ട്. പക്ഷേ എന്താ വെച്ചാൽ അവരുടെ ലൈഫിൽ ലോങ് ലൈഫിൽ അവർക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. അതെ. പക്ഷേ ഇപ്പോൾ ഇംഗ്ലണ്ടിലാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ 2 വർഷത്തെ ഒരു ജോബ് വിസ പിന്നെ കിട്ടും. ഇംഗ്ലണ്ടിലാണ് കൂടുതൽ പരാതികൾ. വർക്ക് വിസ കാരണം അല്ല, അത് പ്രധാനമായിട്ട് ഒരു കുറേ കൂടെ ലിബറലായിട്ട്, സാമ്പത്തികമായിട്ട് കുറേ കൂടെ ലിബറലായിട്ടുള്ള സൊസൈറ്റിയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഇപ്പോൾ നമ്മൾ പറഞ്ഞ രാജ്യങ്ങളൊക്കെ തന്നെ അവരുടെ ആവറേജ് ഏജ്, അവിടുത്തെ ജനങ്ങൾക്ക് ആവറേജ് ഏജ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് യങ്സ്റ്റേഴ്സിനെ വേണം. അപ്പോൾ കോഴ്സ് കഴിഞ്ഞ ഉടനെ അവർ ചെറിയ ചില ജോലിയിലൊക്കെ ഏർപ്പെടുന്നത് അവർക്ക് നല്ലതാണ്, അവർക്ക് വേണം ആ അർത്ഥത്തിൽ. കാരണം ഏജിങ് ആണല്ലോ. ഈ ഇന്ത്യ മാത്രമാണ് ആ അർത്ഥത്തിൽ ഒരു യങ്ങസ്റ്റ് കൺട്രി ആയിട്ട് ഇൻ ദ വേൾഡ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ നിൽക്കുന്നത്. ബാക്കി പല രാജ്യങ്ങളും, യൂറോപ്യൻ രാജ്യങ്ങളുടെ ശരാശരി ഏജ് എന്ന് പറയുന്നത് 45-47 അവർ പ്രായമുള്ളവരാണ്, ജപ്പാനിലെ പോലെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും യങ്സ്റ്റേഴ്സിനെ കിട്ടുന്നവർക്ക് നല്ലതാണ്. അപ്പോൾ അവർ ചെയ്യുന്ന എന്താണ്, നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു സ്കിൽ വിസ എന്ന് പറഞ്ഞ് 2 വർഷം കൂടെ അവിടെ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെയാണെങ്കിൽ പറ്റില്ല. അങ്ങനെ അയാൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക, അവിടുന്ന് ഒരു സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. അങ്ങനെ അയാൾ 2 വർഷം കൂടെ ജോലി ചെയ്യുന്നു. പിന്നെ PhD ആണെങ്കിൽ അയാൾക്ക് 3 വർഷം നിൽക്കാം. പിന്നീട് അടുത്ത വിസ സ്റ്റാറ്റസിലേക്ക് പോകാനുള്ള പ്രൊവിഷൻസ് കാണും. അപ്പോൾ ഞാൻ പറയുന്നത് അത്ര അലംഭാവത്തോടുകൂടി ഇതിനെ കാണാൻ വിദ്യാർത്ഥികൾക്ക് കഴിയില്ല. പക്ഷേ മിസ്യൂസ് ചെയ്യുന്ന കാണും. കാരണം അതെ, പ്രധാനമായിട്ട് ഈ കുട്ടികൾ പോകുന്നത് ഈ ഒന്ന് പഠിച്ചതിനോടൊപ്പം ചെറിയ പുതിയ സ്കിൽസ് അവർ സ്വായത്തമാക്കുക, എന്നിട്ട് അവിടെ തന്നെ ജോലി സംഘടിപ്പിക്കുക, അവിടെ ഒരു പെർമനൻറ്റ് റെസിഡൻ്റ് ആകുക. ഇതാണ് ഇവരുടെ ഒരു ട്രാജക്ടറി, ഇവരുടെ മനസ്സിലുള്ള ട്രാജക്ടറി. ഒരു പരിധിവരെ അത് നടക്കുന്നുണ്ട്. പക്ഷേ മറ്റൊരു രീതിയിൽ കുട്ടികൾ തിരിച്ചു വരുന്നു, ഇവിടെ പുതിയ രീതിയിൽ പിന്നെ എന്താ പറയുക, സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ പുതിയ വ്യവസായങ്ങൾ തുടങ്ങുന്നു. അങ്ങനെയുള്ള സാധ്യതകളും ഉണ്ട്. ഇപ്പോൾ കേരള സർക്കാരിൻ്റെ ഒരു ഉന്നതി എന്ന് പറയുന്ന ഒരു പദ്ധതി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഏറ്റവും പാർശ്വവൽകൃത സമൂഹം, ഈ ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്, അവരുടെ വിദ്യാർത്ഥികൾക്ക് നമ്മൾ വിദേശ സർവകലാശാലകളിൽ നമ്മൾ സബ്സിഡി കൊടുക്കുന്നുണ്ട്. ഏതാണ്ട് 25 ലക്ഷം രൂപ വരെ നമ്മൾ ഈ കുട്ടികൾക്ക് സബ്സിഡി കൊടുക്കുന്നുണ്ട്. 300-ലധികം കുട്ടികളെ നമ്മൾ ആ അർത്ഥത്തിൽ ഒഡെപെക് വഴി നമ്മൾ വിദേശ സർവകലാശാലകളിൽ വിടുന്നുണ്ട്. അത് ഇന്ന രാജ്യം എന്നുള്ള രീതിയിലല്ല, സർവകലാശാലകളെ തന്നെ നമ്മൾ റാങ്ക് ചെയ്യുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെ അഡ്മിഷൻ മേടിക്കുന്നു, പോകുന്നു. അങ്ങനെ നല്ലൊരു രീതി ഇപ്പോൾ കേരള സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ നോർക്കഡേ പ്ലാനിംഗ് ബോർഡിൻ്റെ ഒക്കെ ഒരു പുതിയ കൺസെപ്റ്റ് എന്താ ഇപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റുഡൻസ് മൈഗ്രേഷനെ കുറിച്ച് പോസിറ്റീവായിട്ടുള്ള തന്നെ? പക്ഷേ എന്തെങ്കിലും പുതിയ പ്ലാൻസ് ഉണ്ടോ? അല്ല, ഞങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത് സ്റ്റുഡൻറ്റ് മൈഗ്രേഷൻ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് പൊതുവെ കാണുന്നത്. അതിൻ്റെ കറക്റ്റ് സാധനം. അതെ, അത് കേരള ഡെവലപ്മെൻറ്റിൻ്റെ ഒരു പർട്ടിക്കുലർ ഫേസാണത്. കേരള വികസനത്തിൻ്റെ ഒരു പ്രത്യേക ഒരു ഇതിൽ സ്റ്റേജിലെത്തി നിൽക്കുകയാണ്. അത് വളരെ പോസിറ്റീവാണ്. കാരണം നമ്മൾ ഈ വിദ്യാർത്ഥികളിൽ നമ്മൾ നിക്ഷേപിക്കുകയാണല്ലോ ചെയ്യുന്നത് ഇവിടെ. അത് തന്നെയാണ് അവർ വീണ്ടും ഒരു പുനർനിക്ഷേപം നടത്തുന്നത്. ഒരു ഹ്യൂമൻ ക്യാപിറ്റലിൽ ഒരു പുനർനിക്ഷേപം നടത്തുന്നതിൻ്റെ സാധ്യതയാണ് ഇതിലൂടെ ഉരുത്തിരിയുന്നത്. പക്ഷേ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് അവർക്ക് വേണ്ടുന്ന, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവയർനെസ് കൂടുതലായിട്ട് വേണം.
അവരുടെ രജിസ്ട്രേഷൻ സിസ്റ്റം കുറേ കൂടെ ലാംഗ്വേജസ് അവർ പോകുന്ന രാജ്യത്ത് അതെ അവർക്കുള്ള ഒരു അക്കൗണ്ടബിലിറ്റി, ഇംഗ്ലീഷ് മാത്രമല്ലല്ലോ ലോകത്തര ഭാഷ. അതെ, പിന്നെ അവരുടെ സ്കിൽസ്, അവരുടെ നൈപുണ്യം നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം. ഇപ്പോൾ ചൈനയുടെ വികസനത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ പ്രവാസികളുടെ സ്കിൽസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ചൈനയുടെ ചൈന അങ്ങനെയല്ല ഡെവലപ്പ്. അതെ, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ കുറേ കൂടെ ശക്തമാകുന്ന രീതിയിലാണ് ഇപ്പോൾ വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ട് സ്റ്റുഡൻസ് മൈഗ്രേഷനെ കാണുകയും അതെ, കേരളം അതിനുവേണ്ടി നിലകൊള്ളുകയും അവർക്ക് ഗുണകരമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ പ്ലാനിംഗ് ബോർഡിൻ്റെയും നോർക്കയുടെയും കേരള ഗവൺമെൻറ്റിൻ്റെയും ലക്ഷ്യം എന്നാണ് അങ്ങ് പറയുന്നത്. പിന്നെ സാറിൻ്റെ ഒരു ബുക്കിനെ കുറിച്ചിട്ട് കേട്ടു, 1956 to present the miracle state, കേരള ദ മിറാക്കിൾ സ്റ്റേറ്റ്. അതിൽ വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ച് പറയുന്നുണ്ടെന്നും വായിച്ചറിഞ്ഞു. ഈ വിദ്യാഭ്യാസ സമ്പ്രദായവും മൈഗ്രേഷനും തമ്മിലുള്ളൊരു അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. യഥാർത്ഥത്തിൽ ഈ പ്രവാസികളാണ്, ഞങ്ങൾ ആ പുസ്തകത്തിൽ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. അതായത് വിത്തൗട്ട് ഗൾഫ് മണി ദി കേരള മോഡൽ വുഡ് ബി ലോങ് ഡെഡ് എന്നാണ് നമ്മളതിൽ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ഇല്ലാതായി പോയേനെ. പക്ഷേ പ്രവാസി പണം, പ്രവാസികൾ വിശാലമായ അടിസ്ഥാനത്തിൽ അവരാണ് കേരള മാതൃകയെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പ്രവാസികളുടെ കൂടെ മക്കളാണ്. അല്ലെങ്കിൽ ആ രീതിയിൽ കേരളം എവിടെയാണോ എത്തിപ്പെട്ടിട്ടുള്ളത് ആ സമ്പദ് വ്യവസ്ഥയുടെ ആ പ്രത്യേക ഒരു സ്റ്റേജിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതാണ് നമ്മൾ സെക്കൻഡ് ടേൺ അറൗണ്ട് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അനുകൂലമായ രീതിയിലുള്ള ഒരു അഭിവൃദ്ധി കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ കൂടിയാണ് കൂടുതൽ വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോകുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അന്നേരം ചോദിക്കും, ആ വിദ്യാർത്ഥികൾ ലോൺ എടുത്തിട്ടല്ലേ പോകുന്നത്, ലോൺ എടുത്ത് പോകാൻ നിർബന്ധിക്കപ്പെടുകയല്ലേ ചെയ്യുന്നത് എന്ന്. ആ ലോണ് ഒരു പോസിറ്റീവായിട്ടുള്ള ലോണായിട്ട് നമ്മൾ എടുക്കണം. കാരണം എന്തുകൊണ്ടാണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീണ്ടും നിങ്ങൾ ഹ്യൂമൻ ക്യാപിറ്റലാണ് നിക്ഷേപിക്കുന്നത്. വിദ്യാർത്ഥികളിൽ നിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ വീണ്ടും മാനവിക മൂലധനത്തിലാണ് നമ്മൾ. അപ്പോൾ അതിൻ്റെ റിട്ടേൺസ് വളരെ കൂടുതലാണ്. പക്ഷേ താങ്കൾ പറഞ്ഞതുപോലെ ഈ ഹയർ എഡ്യൂക്കേഷൻ്റെ ഒരു വിമർശനം ആ പുസ്തകത്തിലുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ പരിഹരിക്കുക തന്നെ വേണം. കാരണം ഈ കേരളത്തിലെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേരളത്തിന് മാത്രം ആവശ്യമുള്ള ഒരു തരത്തിലല്ല നമ്മളതിനെ ഡിസൈൻ ചെയ്യേണ്ടത്. അതിനെ വേറെ രീതിയിൽ ഡിസൈൻ ചെയ്താൽ മാത്രമേ ഈ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ആഗോളതലത്തിലുണ്ടാവുന്ന ഓപ്പർച്യൂണിറ്റീസ് ക്യാപ്ചർ ചെയ്യുന്ന രീതിയിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തെ നമ്മൾ റീസ്ട്രക്ചർ ചെയ്യണം. അത് ആ അർത്ഥത്തിൽ നടക്കുന്നുണ്ടോ എന്നുള്ളത് കേരളത്തിലെ വിദ്യാഭ്യാസ വിദഗ്ധർ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണെന്നാണ് ആ പുസ്തകത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. കേരളത്തിലെ വിദ്യാഭ്യാസം റീസ്ട്രക്ചർ ചെയ്യേണ്ടതിനാണ് ഒരു സംശയമില്ല. പഴയ സായിപ്പ് പഠിപ്പിച്ച കുറേ സാധനങ്ങൾ ഇരുന്നിട്ട് പഠിക്കൽ തന്നെയാണ് ഇപ്പോഴും എന്നുള്ളതാണ് എനിക്ക്. ആ കൊളോണിയൽ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ അടിച്ച് തകർത്ത് പുതിയത് ഉണ്ടാക്കണം എന്നുള്ള അഭിപ്രായം. അതിൽ പി ടി ഒരു കാര്യം ആഡ് ചെയ്യാനുള്ളത്, പ്രധാനമായിട്ട് പിന്നീട് ഞാൻ എൻ്റെ ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ്സിലുള്ള ഇൻ്റർവ്യൂവിലൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞിട്ടുള്ളത്, ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ വിദേശ സർവകലാശാലകളിൽ പോയി കഴിഞ്ഞാൽ ഈ സ്റ്റുഡൻറ്റ് ഫീഡ്ബാക്ക് എന്ന് പറയുന്ന വലിയൊരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഒരു അധ്യാപകൻ പഠിപ്പിക്കുന്നു, പക്ഷേ ആ അധ്യാപകൻ്റെ പഠിപ്പിക്കുന്നതിനെക്കുറിച്ച് വിദ്യാർത്ഥികളുടെ ഒരു ഫീഡ്ബാക്ക്, എന്നാലും മാത്രമേ ആ അധ്യാപകനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റൂ. അതിന് വേണ്ടത് നമ്മളെ സിലബസ്, നമ്മളെ കരിക്കുലം, നമ്മളുടെ ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ മോഡേണൈസ് ചെയ്ത് ആധുനികമായിട്ടുള്ള ഒരു ജനതയെ സൃഷ്ടിച്ച് വളരെ കറക്റ്റായിട്ട് അവിടെ മാറുന്നതിനനുസരിച്ച് നമ്മൾ ഇവിടുത്തെ മനുഷ്യരെ മാറ്റേണ്ടതുണ്ട്. തീർച്ചയായിട്ടും വിദ്യാർത്ഥി കുടിയേറ്റം ആ അർത്ഥത്തിൽ ഒരു ആധുനികതയുടെ അടുത്ത ഘട്ടമാണെന്ന് നമുക്ക് പറയാവുന്നത്.